ഹായ് എവരിവൺ, ഞാനിന്നൊരു സോയ കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ മട്ടനൊന്നും ഇറച്ചി കഴിക്കാത്തവർക്ക് ഇറച്ചി കറി ഉണ്ടാക്കുന്നത് പോലെ അതിനേക്കാളും ബെറ്ററായിട്ട് ഉണ്ടാക്കിയ ഒരു സൂപ്പർ കറിയാണ്. ഇതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത എൻ്റെ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഞാനിന്നത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ കുറച്ച് വെള്ളം നല്ലപോലെ വെട്ടി തിളപ്പിച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് അതിൽ സോയ ഇട്ട് ഞാൻ തിളച്ച വെള്ളത്തിലിട്ടതേ ഉള്ളൂ, തിളപ്പിച്ചിട്ടില്ല, തിളച്ച വെള്ളത്തിലോട്ടിട്ടതേ ഉള്ളൂ. ഇനി അത് നല്ലവണ്ണം കുതിർന്ന് ഇത് വന്നപ്പോൾ ഞാൻ ഇതിലോട്ട് നല്ല പച്ചവെള്ളത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഇട്ടിരുന്നതേ ഉള്ളൂ. എന്നിട്ട് നല്ലവണ്ണം പിഴിഞ്ഞ് നമുക്ക് മാറ്റിയെടുക്കാം. നല്ലപോലെ പിഴിയണം. അതല്ലെങ്കിൽ ഇതിനകത്ത് കയറിയ വെള്ളം പോയിട്ടില്ലെങ്കിൽ നമ്മൾ അരപ്പൊന്നും അതിനകത്ത് പിടിക്കത്തില്ല. അപ്പോൾ അതിനാണ് നമ്മൾ നല്ലപോലെ നല്ലപോലെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഞാൻ ഇടികല്ലിലിട്ട് ഇടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളകും ഞാൻ ഇടികല്ലിലിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4 സവാള, മീഡിയം സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3 തക്കാളിയും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 എണ്ണമാണ് കഷ്ണമാക്കിയാണ് വെച്ചിരിക്കുന്നത്, സ്ലൈസായിട്ടെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്ത് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്കിട്ടൊന്ന് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ അത് മൂത്ത് വരണമെന്നില്ല. ഒരുവിധം നമുക്കിതാകുമ്പോൾ ഒരു 2-3 പട്ടയും ഒരു 2 ഗ്രാമ്പും കൂടി ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ഒരു ചെറിയ മൂപ്പായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കതിൽ സവാളയും കൂടി ഇട്ട് കൊടുക്കാം. സവാളയും അധികം മൂത്ത് വരണമെന്നില്ല, കറിക്കാണല്ലോ അത് വെന്ത് അതിൽ സെറ്റായിക്കോളും. നല്ലപോലെ വഴണ്ട് വരണമെന്നില്ല. അപ്പോൾ നമുക്ക് അത്ര ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്കിനി ആ ചതച്ച് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടെ ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം. പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പച്ചപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ ഇടുന്നതല്ലല്ലോ, ചതയ്ക്കുമ്പോൾ അതിൻ്റേതായ ഇത് മാറി വരും. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നീട് നമ്മൾ സോയയിലൊന്നും ഉപ്പിടുന്നില്ല. ഇനി നമുക്കതിലോട്ട് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരുവിധം വഴറ്റിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കി ഇതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ നമുക്ക് ഇളക്കി ഇതാക്കിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഉരുളക്കിഴങ്ങ് കറി ചിലപ്പോൾ വയ്ക്കുമ്പോൾ ഉണ്ടാക്കാറുണ്ട്. കടലക്കറിക്കും ഇങ്ങനെയുള്ള എല്ലാ കറിക്കും ഞാൻ മസ്റ്റായിട്ട് തേങ്ങാക്കൊത്ത് ചേർക്കാറുണ്ട്. അത് കറിക്കായാലും നമ്മൾ റോസ്റ്റിനാണല്ലോ എല്ലാവരും ചെയ്യുന്നത്, പക്ഷേ ഞാൻ കറിക്ക് ഇടാറുണ്ട്. ഇത് നമ്മുടെ ഗരം മസാലയാണ്. ഞാനത് മൂപ്പിച്ചിട്ട് ഇടിയല്ലിൽ തന്നെ ഞാൻ പൊടിച്ചെടുത്തതാണ്, പൊടിയല്ല ഇത്. ഇനി 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ ഇട്ട് കൊടുക്കില്ല, നല്ല എരിവുള്ള മുളകാണ്. 1.5 സ്പൂണ് മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടി എത്ര ഇടുന്നതെന്ന് വെച്ചാൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് അത്. അതുപോലെ തന്നെ നമ്മളതിൽ കുറച്ച് കുരുമുളകും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഈ കറിവേപ്പില എനിക്ക് എത്ര ഇട്ടാലും ഇങ്ങനെ നമ്മൾ വഴറ്റുമ്പോൾ അതിൽ പച്ച കറിവേപ്പിൻ്റെ മണം വരുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ്, നല്ല മണമല്ലേ. ഇനി നമുക്കതിലോട്ട് നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സോയ ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഇതത്രയും നല്ല മിക്സായ ശേഷം വേണം നമ്മളിതിൽ, വെള്ളം വേണമെന്നില്ല, നല്ല വേവുണ്ട് എങ്കിലും നമ്മൾ ചൂടുവെള്ളത്തിൽ മാത്രമല്ല ഇട്ടുള്ളൂ, കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് നമ്മൾ ചെയ്യണം. അതിനു മുമ്പ് ഇതിനകത്ത് മൊത്തം നമ്മൾ മിക്സാക്കി എടുക്കണം. ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കർ മൂടി വെച്ച് കൊടുത്തു. ഇപ്പോൾ ഒരു 2 വിസിൽ വന്നപ്പോൾ ഞാൻ എടുത്തു ഇങ്ങനെ
കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല കറിയായിട്ട് ഇരിപ്പുണ്ട്. ഇനിയും ഇത് വെള്ളം വറ്റും, നിങ്ങൾക്ക് അറിയുമല്ലോ. ഇപ്പോൾ ഇങ്ങനെ കറിയായിരിക്കുന്നു നോക്കണ്ട. കുരുമുളക് ഞാൻ ഇടിയലിൽ ഇടിച്ചത് തന്നെയാണ്, പൊടിയല്ല. എനിക്ക് ഇങ്ങനെ എല്ലാം ഇടുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.